വീണ്ടും കോൺഗ്രസ്സുകാരനിലേക്ക് സ്വാഗതം. കോൺഗ്രസ്സുകാരൻ എന്ന് പറയുമ്പോൾ പല ലെയറിലുള്ള ആൾക്കാരെ നമ്മൾ കണ്ടു. നമ്മൾ ഹെൽത്ത് പ്രൊഫഷണൽസിനെ കണ്ടു, IT പ്രൊഫഷണൽസിനെ കണ്ടു, അല്ലാതെ പാർട്ടി വർക്കേഴ്സ് എന്നുള്ള രീതിയിലുള്ള അങ്ങനെയുള്ള കോൺഗ്രസ്സുകാരെയും കണ്ടു. പക്ഷേ നമ്മളെയൊക്കെ പഠിപ്പിക്കുന്ന സാറന്മാരെ ഓർമ്മയുണ്ടോ? അങ്ങനെ ഒരു സാറിനെയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. സോ വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്റ്റ്, ഐ വെൽക്കം ഡോക്ടർ ഷിബുലാൽ. താങ്ക് യു. എന്താണ് ഒരു കോൺഗ്രസ്സുകാരൻ ഒറ്റ വാക്കി പറയാമോ? എന്നെപ്പറ്റി ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള ഐഡിയയും വെച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്യുവാണെങ്കിൽ, ഞാൻ ബൈ ബർത്ത് ഒരു കോൺഗ്രസ്സുകാരനാണ്. അതായത് എൻ്റെ ഫാദർ ഒരു കോൺഗ്രസ് വിശ്വാസിയായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിനൊരു പാർട്ടി റോളൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹം ഒരു ഫോറസ്റ്റ് ഓഫീസറായിരുന്നു. എൻ്റെ വലിയച്ഛൻ DCC മെമ്പറായിരുന്നു. എൻ്റെ കുടുംബത്തിലെല്ലാവരും കോൺഗ്രസ്സുമായിട്ട് കണക്ഷനുള്ളവരാണ്. അതുകൊണ്ടൊരു കോൺഗ്രസ് വിശ്വാസത്തിൽ ജനിച്ച എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ജനിച്ച് വീണത് തൊട്ട് ഇലക്ട്രൽ പൊളിറ്റിക്സുമായിട്ട് വളരെയധികം കണക്ട് ചെയ്ത ഒരാളായിരുന്നു. ഞാൻ ജനിച്ചത് തിരുവനന്തപുരത്ത് കോവളം നിയോജകമണ്ഡലത്തിലെ കോട്ടുകാൽ വില്ലേജിൽ പൈറ്റോള എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്, ഒരു ഗ്രാമപ്രദേശം. അപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനുകൾ തൊട്ട് ഇലക്ഷനുകൾ കാണുകയും ഈ ഫീൽ മനസ്സിലാക്കുകയും ജനിച്ചപ്പോൾ തൊട്ടേ ത്രിവർണ്ണ പതാക കണ്ട് വളർന്നിരിക്കും. നമ്മുടെ നാടിൽ ഒരു കോൺഗ്രസ്സിനൊരു അപ്രമാദിത്യം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. രാഷ്ട്രീയ സംഘർഷങ്ങളും ട്രേഡ് യൂണിയൻ്റെ പ്രശ്നങ്ങളും ഒക്കെ കണ്ട് വളർന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് സ്കൂളിൽ പോകുമ്പോഴും ട്യൂഷൻ ക്ലാസ്സുകളിൽ പോകുമ്പോഴും ഒക്കെ ഇത് കണ്ടിട്ടുണ്ട്, കൊടി കെട്ടുന്നത്. അപ്പോൾ ഇതൊരു നാട്ടിൽ ഉത്സവം പോലെ. 7ാമത്തെ വയസ്സിൽ തിരുവനന്തപുരം പാർലമെൻറ്റിൽ A. ചാൾസ് എന്ന് പറയുന്ന MP, അദ്ദേഹം ആദ്യമായി ഇലക്ഷന് നിൽക്കുന്ന 1984 ആണ് ആദ്യമായി ഞാൻ ഇലക്ഷൻ എന്ന് പറയുന്ന ഫീലിങ്ങിലോടുകൂടി ഞാൻ വീട്ടിൽ വന്ന വോട്ട് ചോദിക്കാൻ വന്നവരുടെ കൂടെ അടുത്ത വീടുകളിൽ എൻ്റെ 7 വയസ്സിൽ പോയി. അതാണ് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ആദ്യത്തെ കോൺഗ്രസ് പ്രവർത്തനം. എൻ്റെ കുമ്മായം കലക്കി എൻ്റെ അവിടുത്തെ കനാലിൻ്റെ സൈഡിൽ A. ചാൾസ് കൈപ്പത്തിയൊക്കെ ഞാൻ വരച്ചൊക്കെയാണ് ഈ കോൺഗ്രസിൻ്റെ വിശ്വാസത്തിലോട്ട് അടുത്ത് വരുന്നത്. അത് കഴിഞ്ഞ് പല ഇലക്ഷനുകളിലും ഞാൻ മോഡൽ സ്കൂളിലാണ് പഠിച്ചത്. ഞാനപ്പോൾ ബസ്സിൽ കയറി വരുമ്പോൾ ഏതൊക്കെ ഇലക്ഷൻ സമയങ്ങളിൽ ഏതൊക്കെ ചോരുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതോ INC എന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇലക്ഷൻ സമയത്ത് ആരൊക്കെ വെള്ളയടിച്ചെടുത്ത് പിന്നെ CPM എന്ന് എഴുതിയോ, പേപ്പർ നന്നായി വായിക്കുന്ന ഒരാളായിരുന്നു അന്നു മുതലേ ഞാൻ. അങ്ങനെ കേരളത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ രാഷ്ട്രീയക്കാരുടെ, എസ്പെഷ്യലി കോൺഗ്രസ് രാഷ്ട്രീയക്കാരുടെ സ്ഥലപ്പേരുള്ള പൊളിറ്റീഷ്യന്മാരുടെ പേരും, അങ്ങനെ ഇന്ത്യയിലെ ഒരുവിധപ്പെട്ട രാഷ്ട്രീയക്കാരും, അങ്ങനെ ഇന്ത്യയുടെ രാഷ്ട്രീയ പൊതുചിത്രവും കേരളത്തിലെ രാഷ്ട്രീയ പൊതുചിത്രവും കേരളത്തിലെ കോൺഗ്രസിൻ്റെ സംസ്കാരവും 80കൾ തൊട്ട് വായിച്ച് ക്ലോസ് ചെയ്ത് വരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് എൻ്റെ സിരകളിൽ അടിഞ്ഞുകൂടിയ ഒരു വികാരമായി തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് എന്നിലെ കോൺഗ്രസ്സുകാരൻ തുടക്കത്തിൽ. അതിനുശേഷം SFIക്ക് അപ്രമാദിത്വമുള്ള ഗവൺമെൻറ് മോഡൽ സ്കൂൾ തിരുവനന്തപുരം, അവിടെ നിന്ന് SFI എന്നുള്ള പ്രസ്ഥാനത്തിൻ്റെ കൊള്ളരുതായ്മകൾ കണ്ട് വീണ്ടും KSU അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന വിശ്വാസത്തിലോട്ട് രൂഢമൂലമായ ഒരു വികാരം ഉണ്ടായി. വീണ്ടും SFIയുടെ കോട്ടയായ ആർട്സ് കോളേജിൽ പഠിച്ച് അവിടെയും ഇത് തന്നെ കണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ഈ ഇടതുപക്ഷത്തിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ കൊള്ളരുതായ്മകൾ കണ്ട് കോൺഗ്രസ് എന്ന പാർട്ടിയോട് കുറച്ചുകൂടെ മനസ്സിന് അടുപ്പം ഉണ്ടായി. എന്നാൽ ഈ പറയുന്ന സ്ഥലങ്ങളിലൊന്നും പ്രവർത്തിക്കാൻ അവസരം കിട്ടാതെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ട ഒരു വിദ്യാർത്ഥിയായി വന്ന് കേരളത്തിലെ വളരെ പ്രശസ്തമായ TKM എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ പോകുന്ന അവസരത്തിൽ പോലും ഈ പറയുന്ന വിശ്വാസം മനസ്സിൽ വയ്ക്കുകയും അവിടെയും KSU എന്നൊരു പ്രസ്ഥാനം വന്നില്ലായിരുന്നു 94. പക്ഷേ 95 അല്ലെ 95-96 അക്കാഡമിക് ഇയറിൽ ചരിത്രത്തിൻ്റെ ഒരു റിപ്പറ്റീഷൻ പോലെ KSU എന്നുള്ള പ്രസ്ഥാനം ആ TKM എഞ്ചിനീയറിംഗ് കോളേജിൽ തിരിച്ചു വരികയും വളരെ പ്രമുഖരായ നേതാക്കന്മാർ അന്ന് അവിടെ ജയിച്ചു വരികയും മാസ് പാനൽ, അന്ന് എൻ്റെ സെമസ്റ്ററിൽ നിന്ന് ഞാൻ മാത്രം KSUവിന് വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. ഇതൊക്കെയാണ് എൻ്റെ ചരിത്ര പശ്ചാത്തലം, ഈ കോൺഗ്രസ് എന്നുള്ള വ്യക്തി എന്നുള്ളത്. ഇതാണ് തുടക്കം. ഒരു 2000-ന് മുന്നേ ഉള്ള ഞാൻ കോൺഗ്രസ് എന്നുള്ള പ്രസ്ഥാനവുമായിട്ടുള്ള കണക്ഷൻ. പക്ഷേ നാളിതുവരെ ഒരു ഒഫീഷ്യൽ റോളുകൾ എടുക്കാതെ കോൺഗ്രസ് എന്നുള്ള വികാരം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഈ അതെ, എക്സാക്ട്ലി എവിടെ മൂവർണ്ണക്കൊടി കണ്ടാലും അവിടെ വണ്ടിയൊന്ന് നിർത്തി അതെന്ത് പ്രോഗ്രാം നോക്കുകയും പിറ്റേന്ന് അതിൻ്റെ വാർത്ത പേപ്പറിൽ വന്നോന്ന് അറിയുകയും അവിടെ എന്താ സംഭവിച്ചെന്ന് അറിയാൻ ശ്രമിക്കുന്ന ഒരു കോൺഗ്രസ്സുകാർ. വിഷമം തോന്നിയിട്ടുണ്ടോ? കാരണം പലപ്പോഴും കോൺഗ്രസ് പാർട്ടിയുടെ അപജയം എന്ന് പറയുന്ന പല മുഹൂർത്തങ്ങളും നേരിട്ട് നേർക്കാഴ്ചയായിട്ട് കാണുമ്പോൾ വിഷമം തോന്നിയിട്ടുണ്ടോ? വളരെയധികം വിഷമം തോന്നിയിട്ടുണ്ട്. ഒരു വാർത്ത നെഗറ്റീവായി കോൺഗ്രസിനെ ബാധിച്ചാൽ ആ വാർത്ത പിറ്റേ ദിവസം വരരുതേ, നാട്ടുകാർ അറിയരുതേ, എൻ്റെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു അപജയം ഉണ്ടാവരുതേ, അത് ആളുകൾ അതിനെ തള്ളിക്കളയുന്ന ഒരു രീതിയിലോട്ട് വരില്ല, അല്ലെങ്കിൽ പുച്ഛിക്കുന്ന തലത്തിൽ വരരുതേ എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുന്ന ഒരു കോൺഗ്രസ് വിശ്വാസിയാണ് ഞാൻ. അത് കാരണം ചില അപജയങ്ങൾ കാണുമ്പോൾ മാനസികമായി വിഷമം തോന്നിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ നിന്നും ഇന്നേക്ക് വരുമ്പോൾ, ഇന്ന് നമ്മൾ നിൽക്കുമ്പോൾ 2026 കോൺഗ്രസ് എത്ര ബെറ്ററാണ്? പണ്ട് കോൺഗ്രസ് വിശ്വാസികൾ, അതായത് 2000-ങ്ങൾക്ക് മുമ്പുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ വികാരം വളരെ വലുതായിരുന്നു.
ഇന്ന് കുറച്ചുകൂടെ ഒരു പ്രൊഫഷണൽ വേയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കോൺഗ്രസ് വിശ്വാസത്തിന് കുറച്ച് ഡൈല്യൂഷൻ ലീഡേഴ്സിൻ്റെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അടിസ്ഥാനപരമായി പ്രവർത്തകർ ഇന്നും പ്രവർത്തകരാണ്, അവരുടെ വിശ്വാസം വളരെ രൂഢമൂലമാണ്, അത് വളരെ സ്ട്രോങ് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ലീഡേഴ്സിൻ്റെ ഇടയിൽ കുറച്ചൊക്കെ, ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ മിഡിൽ ലെവൽ ടോപ്പ് ലെവലിലൊക്കെ കുറച്ചൊക്കെ ഡൈല്യൂഷൻസ് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് മാറിയാൽ നമ്മുടെ പ്രസ്ഥാനത്തെ പിടിച്ചു നിർത്താൻ ആർക്കും സാധിക്കില്ല. ഇന്നും കോൺഗ്രസ്സുകാരുണ്ടല്ലേ എല്ലായിടത്തും? ഇന്ന് എല്ലായിടത്തുമുള്ള ഒരേ ഒരു പ്രസ്ഥാനം കോൺഗ്രസ്സാണ്. കാരണം കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ്റെ നാമനിർദ്ദേശ ഈ നോമിനേഷൻ ഫയൽ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തും കൂടെ വണ്ടിയിൽ പോയപ്പം അയാൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ദീപു, നമ്മൾ എത്രയോ നാളായി ഇത്രയും ജംഗ്ഷനുകളിലെല്ലാം കോൺഗ്രസ് പതാകകളും കോൺഗ്രസ്സുകാരും വന്ന് നിറയ്ക്കുന്നത്. പണ്ട് കളിയിൽ പറയുന്ന സാധനമുണ്ട്, കോൺഗ്രസ് ഭരണം വന്ന കുറേ വെള്ളമായിട്ട് കുറേ ആൾക്കാർ വെള്ളിമുഖങ്ങൾ വന്ന് ഇറങ്ങുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് ഇല്ലാത്ത 10 വർഷം അല്ലെങ്കിൽ കോൺഗ്രസ് സ്ട്രോങ് ആവാത്തൊരു 10 വർഷം ഈ കേരളത്തിൽ പൊതുസമൂഹത്തിലെ ആൾക്കാർക്ക് ആ ഒരു വോയിഡ് തോന്നിയെന്നാണ് എനിക്ക് ഈ കോൺഗ്രസ്സുകാരുടെ ഈ ഉയർത്തെഴുന്നേൽപ്പ് കാണുമ്പോൾ തോന്നുന്നു. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? കണക്ക് വെച്ച് പറഞ്ഞ ഒരു 40 മുതൽ 60% വരെയുള്ള കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസ് നശിക്കരുതെന്ന് ആഗ്രഹമുള്ളവരാണ്. ഒരു 30-40% ബാക്കിയുള്ള അല്ലെങ്കിൽ ഒരു 50-60% ആൾക്കാർ എല്ലാ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലോ വിശ്വസിക്കുന്നവരോ ന്യൂട്രലായി ചിന്തിക്കുന്നവരോ. പക്ഷെ ഒരു 40 മുതൽ, അതായത് മെജോറിറ്റി 40 മുതൽ 60% പേരും കേരളത്തിൽ കോൺഗ്രസ് നശിക്കരുത്, ഒരു പ്രതിപക്ഷമായിട്ടാണെങ്കിൽ സ്ട്രോങ് ആയിട്ടും ഭരണപക്ഷമാണെങ്കിൽ ഒരു കറക്ഷൻ ഫോഴ്സായിട്ടും നിൽക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി നിൽക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് കേരളത്തിലെ ജനങ്ങൾ, പൊതുജനം. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷൻസിന് അഭൂതപൂർവമായൊരു തിരിച്ചുവരവ് കോൺഗ്രസിനുണ്ടായത്. അത് കേരള ജനത അംഗീകരിക്കുകയും ചെയ്തു. അതിപ്പോൾ ഇപ്പോഴും അതേ ലെവലിൽ തന്നെ പോകുന്നു, ആ ട്രെൻഡ് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ചില ഏരിയകളിൽ അതിന് ഏറ്റക്കുറച്ചിലുകളുണ്ട്, എന്നാലും ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ പറയും പോലെ കൊച്ചിലെ മുതൽ കോൺഗ്രസിനൊരു കുഴപ്പം വരരുതെന്ന് വളരെയധികം ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ കോൺഗ്രസ് ഒരിക്കൽ പോലും താഴോട്ട് പോകരുതെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത് ഈ മുന്നോട്ട് പോകുന്ന ഈ യാത്രയിൽ എവിടെയെങ്കിലും കോൺഗ്രസിന് വേണ്ടി ഞാൻ ചെയ്തത് ഇതും പോരാ, അല്ലെങ്കിൽ എനിക്ക് അവിടെ ചെന്ന് കുറച്ചും കൂടെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് ഹെൽപ്ലെസ്സായി നിന്ന സിറ്റുവേഷൻസ് ഉണ്ടോ? ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അതിൽ പലതും ഞാനൊരു അക്കാഡമിക് ഫീൽഡിൽ ഇപ്പം നിൽക്കുന്നതാണ്. അപ്പോൾ എൻ്റെ പൊസിഷൻ ഇപ്പോൾ എന്നെ ഈ ഓപ്പൺ പൊളിറ്റിക്സിൽ നിൽക്കാനും എൻ്റെ ഐഡൻറ്റിറ്റി, പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാനും ചില ലിമിറ്റേഷൻസ് ഉള്ളൊരു പൊസിഷനിലാണ്. അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ ഇതൊരു 15 വർഷമാണ് ഞാനിപ്പോൾ ഈ ടീച്ചിങ് പ്രൊഫഷനിലോട്ട് എത്തിയിട്ടുള്ളത്, ഒരു 14-15 വർഷം. അപ്പോൾ ഈ വർഷത്തിനിടയിൽ ചിലയിടത്ത് നമ്മുടെ ഐഡൻറ്റിറ്റി, പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ ചില ആർഗ്യുമെൻറ്റിൽ നമുക്ക് ടേക്ക് പാർട്ട് ചെയ്യാൻ പറ്റാതെ വരുന്ന ചില സമയങ്ങളിൽ ചില വിഷമം തോന്നിയിട്ടുണ്ട്. അവിടെ ഒരു സ്ട്രാറ്റജിക്കലായിട്ടുള്ള സൈലൻസ് കീപ്പ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അത് റിവീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും അത് വളരെ ടോപ്പ് ലെവൽ ഡിസ്കഷനിലും ടോപ്പ് ലെവൽ ആക്ടിവിറ്റികളിലും തന്നെയാണ്. അത് കുറച്ചൊക്കെ പൊളിറ്റിക്കലി മലയുണ്ടായിട്ടുള്ള സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ ഹെൽപ്ലെസ്സായി നിൽക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതൊരു വളരെ നല്ലൊരു ഇൻസൈറ്റാണ്. രണ്ടാമത്തെ കാര്യം, കുടുംബജീവിതത്തിനിടയിലും അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങൾ വരുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ പല കാര്യങ്ങളിലും ഇടപെടാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. പലപ്പോഴും ടൈം ഫ്രെയിമിൽ നമുക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സമയങ്ങൾ. അപ്പോൾ അപ്പോഴും വീണ്ടും ഈ പറയുന്ന പോലെ ഒരു വിഷമം തോന്നുന്നു. ഞാൻ ഈ പറയുന്നതല്ലാതെ എനിക്ക് അങ്ങോട്ട് എഴുകിച്ചേരാൻ പറ്റുന്നില്ല, ഇൻവോൾവ് ആകാൻ പറ്റുന്നില്ല. ആ ചില ടൈം ലൈൻസും ചില ഒരു ഏർലി റിട്ടയർമെൻറ്റിനെ കുറിച്ച് ചിന്തിച്ച് പാർട്ടി എപ്പോഴെങ്കിലും രാത്രിയുള്ള ഉറക്കത്തിനും ബോധപൂർവ്വമുള്ളതിനും ഇടയിലൊരു സമയത്ത് സ്വപ്നം കാണാറുണ്ടോ? ഞാൻ എല്ലാം നിർത്തി. ഒരു ഇൻകം ജനറേഷൻ മെത്തേഡ് അല്ലാതെ ഈ പാർട്ടിയെ റിവൈവ് ചെയ്യാൻ ഒരു ഓപ്ഷൻ കിട്ടിയാൽ അത് വളരെ സ്ട്രാറ്റജിക്കലിയും വളരെ ഒരു തിങ്ക് ടാങ്ക് കോൺസെപ്റ്റിലും ഒരു ഓപ്ഷൻ കിട്ടിയാൽ ചെയ്യണമെന്ന്, അല്ലെങ്കിൽ ചെയ്യാൻ ഓപ്ഷൻ കിട്ടിയാൽ ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് ചിന്തിച്ച അവസരങ്ങളുണ്ട്. ഇപ്പോഴും ആ ഒരു വികാരം മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. ഞാൻ കുറച്ചും കൂടെ ക്ലിയറായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇലക്ട്രൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ മത്സര രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു സംഘടനയുടെ ഭാഗമായി നിന്ന് പവർ പൊളിറ്റിക്സ് കളിക്കുക എന്ന് പറയുന്നത് തെറ്റായ ധാരണയാണ്. പ്ലേ ചെയ്ത് രാഷ്ട്രീയത്തിൽ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്ത് ഈ പാർട്ടിക്ക് വേണ്ടി സെർവ് ചെയ്യണമെന്ന് മനസ്സിലെവിടെയെങ്കിലും ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? ഇലക്ട്രൽ പൊളിറ്റിക്സിനോട് താല്പര്യം വലുതായി തോന്നിയിട്ടില്ല. ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഇലക്ട്രൽ പൊളിറ്റിക്സ് ആണ്. കാരണം എപ്പോഴും ഇലക്ഷൻ നടക്കുമ്പോൾ നമ്മുടെ പാർട്ടി ജയിക്കണം, നമ്മുടെ ആൾക്കാർ നോക്കണം, നമ്പേഴ്സ് കൗണ്ട്സ് എന്ന് പറയും പോലെ ഏറ്റവും കൂടുതൽ നമ്മുടെ ആൾക്കാരാണോ വന്നത്, ഇൻ്റർനാഷണൽ കോൺഗ്രസ് തന്നെയാണോ വന്നത്, UDF ആണോ വന്നതെന്നുള്ള വികാരം വരുമെങ്കിലും ഇലക്ട്രൽ പൊളിറ്റിക്സിൽ വന്നാൽ നമ്മുടെ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഇൻവോൾവ്മെൻറ്റ് കാണിക്കണമെന്ന് മനസ്സിൽ തോന്നിയിട്ടില്ല. പക്ഷേ ഇൻ്റർനാഷണൽ കോൺഗ്രസ്സിനെ
കേരളത്തിൽ എസ്പെഷ്യലി തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ കാണുന്ന ഒരു ഡാമേജിൽ നിന്ന് മുന്നിലോട്ട് കൊണ്ടുവരാൻ ഉള്ള സ്ട്രാറ്റജിക്ക് ഇപ്പോഴത്തെ ഡാമേജ് തിരുവനന്തപുരം ജില്ലയിൽ എസ്പെഷ്യലി തെക്കൻ കേരളത്തിൽ നമ്മളെപ്പോഴും കേരളത്തിൻ്റെ ഒരു പൊതുചിത്രം എടുത്തു കഴിഞ്ഞാൽ തെക്കൻ കേരളത്തിൽ കോൺഗ്രസ്സിനൊരു ഒരു സ്വാഭാവികമായ ഒരു 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 കണക്കുകളിലെങ്കിലും ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഏറ്റവും അധികം പ്രവർത്തകർ ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്, ഏറ്റവും അധികം MLA-മാരെ സമ്മാനിച്ചിട്ടുള്ള ജില്ലകളാണ്. അതിലൊരിക്കലും തിരുവനന്തപുരം ജില്ല മുന്നോട്ട് വന്നിട്ടില്ല. ഞാൻ അടങ്ങുന്ന തിരുവനന്തപുരം ജില്ല 14 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരിക്കലും ഒരു 8 അല്ലെങ്കിൽ 9 അല്ലെങ്കിൽ 10 എന്ന് പറയുന്ന ആ നമ്പേഴ്സിലോട്ട് ഒരിക്കലും എത്തിയിട്ടില്ല നമ്മുടെ നിയമസഭ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ പൊളിറ്റിക്സ് കൗണ്ട് എടുത്താൽ. അപ്പോൾ അത് ശരിക്കും അതിന് ഒരു റിലീജിയസ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഈ സാഫ്രോൺ പൊളിറ്റിക്സിൻ്റെ ഇൻവോൾവ്മെൻറ്റും കൂടെ വന്നപ്പോൾ നമ്മുടെ ലീഡേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ഡയറക്ഷനിൽ വരും. കാരണം എപ്പോഴും തിരുവനന്തപുരം ജില്ല ഒരു പവർ പൊളിറ്റിക്സിൻ്റെ ഒരു ഏരിയയാണ്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഒരു ഡൈല്യൂഷൻ വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ലൂസ് ദ ബാറ്റിൽ ഗ്രൗണ്ട് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ഒരു റിവൈവൽ വളരെ അത്യാവശ്യമാണ്. ആ റിവൈവലിന് ഞാൻ അതാ ചോദിച്ചത്, ആ റിവൈവലിന് മാറി നിന്ന് പോരാടുന്നതിനപ്പുറത്തേക്ക് മുൻനിരയിലേക്ക് വന്ന് പോരാടാനായിട്ട് അത് താങ്കൾ ശ്രമിക്കുന്നില്ല, താങ്കളെപ്പോലുള്ള പ്രൊഫഷണൽസ് ശ്രമിക്കുന്നില്ല. നമ്മളെല്ലാവരും അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ചിന്തിക്കുന്ന ഒരു ഉപയോഗം നമ്മൾ സ്ട്രാറ്റജിക്കലി പാർട്ടി ഹെൽപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതി എന്ന് പറയുന്നതിനപ്പുറത്ത് പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാർ പൊളിറ്റിക്സിലേക്ക് വന്നല്ലേ ഈ മാറ്റം കൊണ്ടുവരേണ്ടതാവുള്ളൂ. അതെ, അതിന് ഒരു അവസരം കിട്ടിയാൽ ഒരു സ്ട്രാറ്റജിക്കായിട്ടൊരു വിഷൻ ഡെവലപ്പ് ചെയ്ത് ഒരു ടൈം ലൈൻ വെച്ചിട്ട് അത് വർക്ക് ചെയ്താൽ തിരുവനന്തപുരം ജില്ലയിൽ മാറ്റങ്ങൾ ഉണ്ടാവും. താങ്കളിപ്പോൾ DCC പ്രസിഡൻഷിപ്പ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ താങ്കൾ എത്ര വ്യക്തമായിട്ടും എത്ര വ്യത്യസ്തമായിട്ടും അത് ഹാൻഡിൽ ചെയ്യും? ചുമ്മാ ഞാൻ ചോദിക്കുകയാണ്, ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അത് വളരെ ഡിഫിക്കൽട്ട് പൊസിഷനാണ്. കാരണം ഇവിടെ പല കാലങ്ങളിൽ സെർവ് ചെയ്തിട്ടുള്ള DCC പ്രസിഡൻസിന് ഒരിക്കലും ഒരു ബോൾഡ് സ്റ്റാൻഡ് എടുക്കാൻ പറ്റിയിട്ടില്ല. പലപ്പോഴും ഒരു ഫ്ലെക്സിബിൾ സ്റ്റാൻഡ് എടുത്ത് സർവേ, പക്ഷെ അവരുടെയൊക്കെ എക്സിറ്റും വളരെ ഡാമേജ് ആയിട്ടുണ്ട്. എന്തായിരിക്കും ആ ഒരു മാറ്റം കൊണ്ടുവരുന്നത്? തിരുവനന്തപുരം ജില്ലയിൽ ഇനി ഒരു 50 വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ ഒരു 45 വയസ്സ് താഴെയുള്ള ഒരു യങ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് വന്ന് അവർക്കൊരു 5 വർഷമെങ്കിലും മിനിമം വർക്ക് ചെയ്യാനുള്ളൊരു ടൈം ഫ്രെയിം കൊടുത്ത് അതൊരു ശരിക്കും ഒരു ഫിൽട്രേഷൻ പ്രോസസ്സിലൂടെ എടുക്കുകയും ഒരുപാട് ഘടകങ്ങൾ അതിൽ നോക്കുകയും സ്ട്രോങ് ആയിട്ടുള്ള, അത് ഓക്കലാണെങ്കിലും ശരി, തോട്ട് പ്രോസസ്സിലാണെങ്കിലും ശരി, സ്ട്രാറ്റജിക്കലി ആണെങ്കിലും ശരി, നമ്മുടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിനെ പറ്റിയുള്ള അറിവാണെങ്കിലും ശരി, പബ്ലിക്കിനോട് സംസാരിക്കുന്ന രീതിയിലാണെങ്കിലും ശരി, വളരെയധികം വിഷനുള്ളൊരു യൂത്ത് DCC പ്രസിഡൻ്റ് ആണെങ്കിൽ, യൂത്ത് എന്ന് പറയുമ്പോൾ ഒരു നൂലിൽ കെട്ടിയിറക്കിയ ഒരാളല്ല, ശരിക്കും KSUവിൽ കൂടെ യൂത്ത് കോൺഗ്രസ്സിലൂടെ വന്ന ഒരു 50 വയസ്സിന് താഴെ, ഒരു 45 വയസ്സിന് 50 വയസ്സിനിടയിലുള്ള അല്ലെങ്കിൽ അതിന് താഴെയുള്ളൊരു യങ്ങർ DCC പ്രസിഡൻറ്റ് വന്നാൽ അദ്ദേഹത്തിനൊരു 4 to 5 ഇയേഴ്സ് കൊടുത്താൽ അദ്ദേഹത്തിന് ക്ലിയർ ആയിട്ട്, എസ്പെഷ്യലി നമുക്ക് പവർ ഉള്ള സമയത്താണെങ്കിൽ കുറച്ചുകൂടെ വർക്ക് ചെയ്യാൻ അദ്ദേഹത്തിന് ഒരു നല്ലൊരു സിറ്റുവേഷൻ ഉണ്ടാകും. വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ മാറ്റം. തിരുവനന്തപുരം മാത്രമല്ല, കൊല്ലവും. ശരി, ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ച തിരുവനന്തപുരം പൊളിറ്റിക്സ് വളരെയധികം അറിയാമെന്നുള്ള സ്ഥിതിക്ക് താങ്കൾക്ക് ഈ ഒരു പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിംഗ് കൂടെ കുറച്ചും കൂടെ അറിയാമെന്നുള്ള വ്യക്തിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഒരു റാപ്പിഡ് ഫയർ പോലെ ഞാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വർക്കലയിൽ എന്തായിരിക്കും സംഭവിക്കാൻ, എന്താണ് കറക്ഷൻ ചെയ്യേണ്ടത്? വർക്കല നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസി. വർക്കല കോൺസ്റ്റിറ്റ്യുവൻസി ഞാൻ മനസ്സിലാക്കുന്നത് കമ്മ്യൂണൽ ഫോഴ്സസിൻ്റെ, അതായത് കുറച്ച് പവർ സെൻ്ററായിട്ടുള്ള സ്ഥലമാണ്. അത് മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ട്, ഈഴവ കമ്മ്യൂണിറ്റി ഉണ്ട്, ഹിന്ദു റിലീജിയൻ ഡോമിനേറ്റ് ചെയ്ത ഏരിയ ഉണ്ട്. അപ്പോൾ അതൊരു വളരെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു മണ്ഡലമാണ് വർക്കല. ഇപ്പോഴത്തെ ഇലക്ഷൻ ഇപ്പോൾ നമ്മുടെ റണ്ണിങ് ഇലക്ഷൻ ജയിക്കുന്ന കാര്യമാണോ? അല്ല, ഞാൻ പൊതുവേ റണ്ണിങ് ഇലക്ഷൻ തന്നെ വെച്ചോളൂ ഹൈപ്പോത്തറ്റിക്കലി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് കറക്ഷൻ ആയിരിക്കും താങ്കൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവിടെ ജനങ്ങളോട് നിൽക്കുന്ന ഒരു 10 വർഷമെങ്കിലും ജനങ്ങളുമായിട്ട് കണക്ഷനുള്ള ഒരാൾക്ക് തൽക്കാലം ജയിക്കാൻ പറ്റും. പക്ഷേ അടുത്ത ടേമിൽ പക്ഷേ അങ്ങനെ ആവണമെന്നില്ല. കാരണം ജെൻസിക്ക് ഏകദേശം 30 to 40% വോട്ട് ഷിഫ്റ്റ് വരാൻ സാധ്യതയുള്ള സ്ഥലമായതുകൊണ്ട് ഒരു 5 ഇയർ വർക്ക് ചെയ്ത്, ഒരു 5 വർഷമെങ്കിലും, ഒരു ടേമെങ്കിലും വർക്ക് ചെയ്ത് ലോക്കൽ ബോഡി ഇലക്ഷനിൽ അവിടെയുള്ള ബൂത്ത് പ്രസിഡന്റുമാരുടെയും കൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റിന്, കാരണം ഇപ്പോൾ എന്തായാലും ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു, വർക്കല കഹാർജി അവിടെ വർക്ക് ചെയ്യുവാണ്. അദ്ദേഹം ജയിച്ചാൽ, കാരണം അദ്ദേഹം പക്ഷേ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിട്ടുണ്ട് ദിസ് ഈസ് മൈ ലാസ്റ്റ് ഇലക്ഷൻ, തോറ്റാലും ജയിച്ചാലും ഇത് ലാസ്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തൊരു ടേമിൽ വർക്കല പോലുള്ളൊരു വളരെ പിവട്ടൽ ഏരിയയിൽ ഒരു 5 ഇയേഴ്സ് ഫീൽഡിൽ വർക്ക് ചെയ്താൽ അത് ഈ ലോക്കൽ ബൂത്ത് ഏജൻറ്റുമാരുടെ കൂടെയും ബൂത്ത് ലെവൽ ഓഫീസർ നമ്മുടെ പാർട്ടി വർക്കേഴ്സിൻ്റെ കൂടെയും ബ്ലോക്ക് കോൺഗ്രസ് സിമെന്റ് ചെയ്യണം അല്ലേ ഈ പറയുന്ന
അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ ഭയങ്കര ടഫാണ്. കാരണം നമ്മുടെ കഴിഞ്ഞ ഇലക്ഷൻ്റെ ഒരു നേർചിത്രം നമുക്കറിയാം. വാമനപുരം വർക്കലയ്ക്ക് അതേ സമാനമായ സിറ്റുവേഷനുള്ള നമ്മുടെ ജാതി പൊളിറ്റിക്സ് കുറച്ച് കൂടുതൽ പ്ലേ ചെയ്യുന്നൊരു സ്ഥലമാണ്. അത് മാനേജ് ചെയ്യേണ്ടി വരും. അതൊരു വർക്കലയ്ക്കാളും കൂടുതൽ ലെഫ്റ്റിന് മുൻതൂക്കം ഉള്ള, കിളിമാനൂരൊക്കെ അടങ്ങുന്ന ലെഫ്റ്റിന് മുൻതൂക്കം ഉണ്ടായിരുന്നു ഒരു സമയത്ത്. നമ്മുടെ അവിടുത്തെ ചെങ്കോട്ട എന്നറിയപ്പെടുന്ന സ്ഥലങ്ങളുള്ളൊരു സ്ഥലമാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലമായി ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ ഗിരികൃഷ്ണനെ പോലെയുള്ള, സുധീർ ഷാ പാലോടിനെ പോലെയുള്ള യൂത്ത് അവിടെ നന്നായി വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ യൂത്ത് റെപ്രസെൻറ്റേഷൻ ഒരു വലിയ ഘടകമാണ് ഇനിയുള്ള പൊളിറ്റിക്സിൽ യൂത്ത്. കാരണം നമ്മൾ അറിയപ്പെടുന്ന നേതാക്കന്മാരുടെ ഒരു തലമുറ ഈ ഇലക്ഷനോടുകൂടി മിക്കവാറും ഫെയ്ഡ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 35 to 55 ഉള്ള ഒരു 60-ക്കകത്തുള്ള ഒരു യങ്ങർ ജനറേഷൻ കൂടെ കലർന്ന ഒരു വലിയൊരു നിര, അത് കോൺഗ്രസ്സിൽ അത് സമ്പുഷ്ടമാണ്. വലിയൊരു ലീഡർഷിപ്പ് ലെവൽ അതിലുണ്ട്. നെടുമങ്ങാട് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇപ്പോഴത്തെ കാൻഡിഡേറ്റ്സിനെ പറ്റി ഞാനൊന്നും പറയുന്നില്ല, നീനാങ്കിൽ കുമാർ. പക്ഷേ വളരെ ഇപ്പോഴത്തെ ഒരു വ്യൂ പറയുവാണെങ്കിൽ കഴിഞ്ഞ 3 ദിവസം കൊണ്ട് ആ മണ്ഡലം മൊത്തം മാറിയെന്നാണ് ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് റിപ്പോർട്ട് വരുന്നത്. UDF-ലോട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സ്വിങ് ഇറസ്പെക്റ്റീവ് ഓഫ് കാൻഡിഡേറ്റ്സ് വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അത് വ്യക്തമാകാൻ ഒരാഴ്ച കൂടെ എടുക്കും. അരുവിക്കര ഒരു സ്ലൈറ്റ് എഡ്ജ് UDF-ന് ഇപ്പം ഉണ്ട്. അവിടെ എന്താണ് കറക്റ്റ് ചെയ്യേണ്ട ഒരു സംഭവം? അരുവിക്കര ശരിക്കും നമ്മുടെ പഴയ MLA ആയിരുന്ന ശബരിനാഥ് മത്സരിക്കണമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു സ്കൂളുണ്ട്. അത് കറക്റ്റാണ്. പക്ഷേ അതുപോലെ അദ്ദേഹത്തിന് എതിരും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ബേസിക് റീസൺ അറിയില്ല. കാരണം അത് അദ്ദേഹത്തിനോടുള്ള ജലസിയാണോ അതോ അദ്ദേഹം അവരുമായിട്ട് കണക്ട് ചെയ്തതിൻ്റെ ഒരു ഭയങ്കര ഒരു കോംപ്ലക്സ് ഡിസിഷനായിരുന്നു ശബരിനാഥ് വേഴ്സസ് ശിവകുമാർ. മാത്രമല്ല ശബരിനാഥ് ഗോയിങ് ടു നേമം അതൊരു ഭയങ്കര ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും സൂയിസൈഡ് അല്ല ഒരു തീരുമാനം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു. പക്ഷേ എനിക്ക് തോന്നുന്നു അതൊരു ബ്രേവ് ഡിസിഷനാണ്. ഇൻ ഫ്യൂച്ചർ ശബരി വിൽ ഗെറ്റ് എൻ എഡ്ജ്. കോൺഗ്രസ് അങ്ങനെ ഒരു എന്താ പറയുക ഒരു സ്റ്റാൻസ് എടുത്തത് പാർട്ടിക്ക് ഗുണമായെന്നാണോ പറയുന്നത്? ശബരിനാഥിനെ പോലത്തെ ഒരു വൈബ്രൻ്റ് ആയ. എനിക്ക് തോന്നുന്നു ഈ നെടുമങ്ങാട് സംഭവിച്ചതുപോലെ നേമത്തും ഒരു ചെറിയ ചേഞ്ച് തുടങ്ങിയിട്ടുണ്ട്. അത് സീറ്റ് വിൻ ചെയ്യുന്നതിൽ എത്തുമോ എന്നൊന്നും പറയാറായിട്ടില്ല. പക്ഷേ ഫ്യൂച്ചറിൽ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ശബരി വിൽ ഗെറ്റ് ആൻ അപ്പർ ഹാൻഡ്. തിരുവനന്തപുരം പോലും സെൻട്രൽ പോലൊരു മണ്ഡലത്തിൽ കൈപ്പത്തി ചിഹ്നത്തിന് മത്സരിക്കാൻ ഇല്ലാതെ ഒരു ഘടകകക്ഷി മത്സരിക്കുന്നതിൻ്റെ ഒരവസരം തിരുവനന്തപുരത്ത് ഉണ്ടാവുമെന്ന് തോന്നുന്നു. CP ജോൺ എന്ന് പറയുന്ന ആൾ മാർക്സിസ്റ്റുകാർക്കും BJP-ക്കാർക്കും ഒരേപോലെ, കോൺഗ്രസ്സുകാർക്ക് ഒരേപോലെ സ്വീകാര്യനാണ്. അതേസമയം VS ശിവകുമാർ എന്ന് പറയുന്ന കാൻഡിഡേറ്റ് അവിടെ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് കുറച്ച് എതിർപ്പ് അദ്ദേഹം റൂൾ ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നു പാർട്ടിക്കാർക്കിടയിലും. അത് കുറച്ച് കണ്ടീഷനിലാണ്. അത് നമുക്കിപ്പം ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഇറ്റ്സ് റൈറ്റ് ഓർ റോങ്. പക്ഷേ CP ജോൺ എന്ന് പറയുന്ന കാൻഡിഡേറ്റ് ഹാഫ് ഡൺ ഇസ് വർക്ക് ടു ആൻ എക്സ്റ്റെൻറ്റ് എന്നാണ് ഇപ്പോഴത്തെ സ്റ്റാൻഡ്. പിന്നെ അതൊരു അവിടെയും സാമുദായിക ഘടകങ്ങൾ വർക്ക് ചെയ്യുന്നൊരു സ്ഥലമാണ്, നമ്മുടെ തീരദേശ മേഖല വരുന്നൊരു സ്ഥലമാണ്. ശരത്ചന്ദ്ര പ്രസാദ് കഴക്കൂട്ടം അതൊരു ടഫ് ബാറ്റിലാണ്. അതിന് കാരണം കുറച്ച് കാലങ്ങളായി അവിടെ കോൺഗ്രസ് അല്ലെ UDF സംവിധാനം താറുമാറായി ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അവിടെ ഒരു സംഘടനാപരമായി ഓൾറെഡി ഒരു പ്രശ്നങ്ങളുണ്ട്, എല്ലായിടത്തും ഉള്ളതുപോലെ അവിടെയും ഉണ്ട്. പക്ഷേ അവിടെ ഒരു കാൻഡിഡേറ്റിനെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പ്രൊജക്റ്റ് ചെയ്യുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടു. കാരണം പാർട്ടിക്ക് ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ട പോലെയായിരുന്നു കുറച്ച് കാലമായിട്ടുള്ള ഒരു വർക്ക്. വട്ടിയൂർക്കാവ് KM-നെ പോലെ ഫിറ്റായ ഒരു കാൻഡിഡേറ്റ് വേറെ ഇനി കോൺഗ്രസിന് തൽക്കാലം പ്രൊജക്റ്റ് ചെയ്യാനില്ല. കാട്ടാക്കട MR ബൈജു ഒരു സ്ലൈറ്റ് എഡ്ജ് ഇപ്പോൾ MR ബൈജുവിനുണ്ട്. താങ്കളുടെ തന്നെ ഈ ടോക്ക് ഷോയിൽ പറയാൻ പറ്റുന്ന താങ്കളുടെ തന്നെ താങ്കളുടെ തന്നെ ഒരു ബന്ധുവായ നെയ്യാറ്റിൻകരയിൽ മത്സരിക്കുന്ന ശക്തൻ സാറോ? അതിനും ഈ പറഞ്ഞ മാതിരി പാർട്ടിക്കാർക്കിടയിൽ അദ്ദേഹത്തിന് എതിരില്ല. കാരണം അത് ചിലപ്പോൾ സാമുദായികമാകാം, ചിലപ്പോൾ കുറച്ച് കാലങ്ങളായി കോൺഗ്രസ് തോറ്റു നിൽക്കുന്ന സ്ഥലമാണ്. പക്ഷേ ലോക്കൽ ബോഡി ഇലക്ഷനിൽ വളരെ പവർഫുള്ളായിട്ട് തീരദേശ അടക്കം മുന്നോട്ട് വന്ന സ്ഥലമാണ്. അവിടെ ഒരു ശക്തനായ കോൺഗ്രസ് കാൻഡിഡേറ്റ് വന്നാൽ ജയിക്കാം എന്ന് സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. അതെ, അതുകൊണ്ട് അദ്ദേഹം ജയിക്കും. പക്ഷെ അവിടെയും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഒരു യങ്ങർ കാൻഡിഡേറ്റ് ഉണ്ടായിരുന്ന ഫ്യൂച്ചർ വെച്ച് നോക്കുമ്പോൾ വർക്ക് ചെയ്ത് പിടിച്ചു നിൽക്കാൻ പറ്റും. കാരണം അവിടെ BJP കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. താങ്കളുടെ തന്നെ ജനിച്ചു കോവളം കുറച്ച് ലോക്കൽ പൊളിറ്റിക്സിൻ്റെ ഇടയിൽ കുറച്ച് അദ്ദേഹത്തിന് അലോസരങ്ങളൊക്കെ ഉണ്ടാകുന്നത് അത് അദ്ദേഹം വർക്ക് ചെയ്യുന്നതുകൊണ്ടുണ്ടായതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊഴിച്ചു നിർത്തിയാൽ തൽക്കാലം അദ്ദേഹത്തിന് വേറെ ബുദ്ധിമുട്ടില്ല. ഒരു 14,000 എബോവ് മെജോറിറ്റി ഉണ്ടായേക്കാം. പാറശാല എഗെയിൻ
LDFിൻ്റെ കാൻഡിഡേറ്റ് വളരെ ജനകീയനാണ്, ഹരിദ്രനാഥ്. CK ഹരീന്ദ്രൻ. അദ്ദേഹം കുറേ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള അദ്ദേഹത്തിന് എക്സിബിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ചിത്രം വളരെ നെക്ക് ടു നെക്ക് ഫൈറ്റാണ്. ഓ, അങ്ങനെ ആ ഒരു ആ ലെവലിലോട്ട് എത്തി. കാരണം Very good. നെയ്യാറ്റിൻകര സനൽ എന്ന് പറയുന്ന മുൻ DCC പ്രസിഡൻറ്റിൻ്റെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിലെ ഒരു ലാസ്റ്റ് ഇലക്ഷനാണ്. അദ്ദേഹത്തിന് ഒരിക്കൽ ഇലക്ഷൻ ജയിക്കാം, പൊളിറ്റിക്കൽ പൊളിറ്റിക്സിൽ അദ്ദേഹം ഒരു സക്സസ് ആയിട്ട് അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. അവിടെയും സമുദായ ഘടകങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 5 ദിവസത്തിനകത്ത് അവിടുത്തെ ചിത്രം തെളിയും. പക്ഷേ ഇപ്പോൾ ഒരു നെക്ക് ടു നെക്കിൻ്റെ ഇതിൽ നിൽക്കുകയാണ്. ഒരു സ്ലൈറ്റ് LDFിനുണ്ട്. ഇതാണ് ഈ 2 ചോദ്യങ്ങളോടുകൂടി ഒരു പക്ഷേ നമുക്കിത് റാപ്പ് ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മളിതൊക്കെ സംസാരിച്ചപ്പോൾ ഈ 14 സ്ഥലങ്ങളിലെയും 2 മെയിൻ കീ ഫാക്ടേഴ്സ്, സാമുദായിക സമവാക്യങ്ങൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസ് ഇന്നും ഈ വെഴുപ്പ് കൊണ്ട് നടക്കണോ? നമ്മളൊരു സെക്യുലർ പാർട്ടിയല്ലേ? വളരെ വാലിഡായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പക്ഷേ ഈ തെക്കൻ കേരളത്തിൽ ഇത് കമ്പാരിറ്റീവ്ലി കുറവെന്നാണ് നമ്മൾ വെക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു നാടാർ കമ്മ്യൂണിറ്റി ആണെങ്കിലും നായർ കമ്മ്യൂണിറ്റി ആണെങ്കിലും ഇഴവ കമ്മ്യൂണിറ്റി ആണെങ്കിലും മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിലും SC ST എല്ലാ കമ്മ്യൂണിറ്റിയിൽ നിന്നും നേതാക്കൾ ഉയർന്നു വന്നിട്ടുള്ളൊരു സ്ഥലമാണ് തിരുവനന്തപുരം കൊല്ലം ജില്ല. വളരെ പവർ സെൻറ്ററുകളിൽ പ്ലേ ചെയ്തിട്ടുള്ളവർ. വീണ്ടും ചോദിക്കുന്നത്, ഒരു സെക്യുലർ എന്ന് പറയുന്ന വാക്ക് ഈ സമുദായ സംഘടനകളിൽ എല്ലാം മാറ്റി നിർത്തിയിട്ട് വേണ്ടേ നമ്മൾ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഐഡിയോളജിക്കലി സ്പീക്കിംഗ് അത് തന്നെയാണ് വേണ്ടത്. പക്ഷേ നമ്മുടെ രാഷ്ട്രം ഇപ്പോൾ ഡിവൈഡ് ചെയ്തപ്പെട്ടിരിക്കുന്നതും ആ ഒരു ബേസിലാണ്, അൺഫോർച്ചുനേറ്റ്ലി. അപ്പോൾ നമുക്ക് ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ചില കൺസിഡറേഷൻസ് വേണ്ടി വരും. അത് കേരളത്തിൽ തൽക്കാലം കുറച്ചു കാലത്തേക്കെങ്കിലും മാറ്റി നിർത്താൻ സാധിക്കില്ല. ഈ ഡൈവേഴ്സിറ്റി ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഇപ്പോഴും BJP വളരാത്തത്. അല്ലെങ്കിൽ അവർ ഇതിനു മുമ്പേ 30% കൂടുതൽ എത്തിയാണ്. പക്ഷേ വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, താങ്കൾ ഏറ്റവും കൂടുതൽ ഇടപഴകുന്നത് ജെൻസി പിള്ളേരുമായിട്ടാണ്. അതെ. ജെൻസിയുടെ പൊളിറ്റിക്കൽ ആസ്പിറേഷൻസോ അല്ലെങ്കിൽ അവരുടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻസ് എങ്ങനെയാണ്? അതായത് ഒരു പ്രോ BJP, പ്രോ കോൺഗ്രസ്, പ്രോ ലെഫ്റ്റ് അങ്ങനെ ഉണ്ടോ? അതേ അവർക്ക് സീറോ പൊളിറ്റിക്കൽ അപ്രോച്ചാണോ? പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ ജെൻസിക്കിടയിൽ ബിലോ 10% ആണ്. ഞാൻ എപ്പോഴും പെർസെൻറ്റേജ് വെച്ച് പറയുന്നത്, ഞാനൊരു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായതുകൊണ്ട് പലപ്പോഴും പെർസെൻറ്റേജിൽ പറയാം. ഇപ്പോഴത്തെ ജനറേഷനിൽ പൊളിറ്റിക്കൽ തോട്ടും പൊളിറ്റിക്കൽ പാർട്ടികളുടെ അഫിനിറ്റിയും വളരെ കുറവാണ്. ഏത് പാർട്ടിയുടെ ഇതാണ് അവസ്ഥ അല്ലേ? ഇതാണ് അവസ്ഥ. പക്ഷേ സോഷ്യൽ മീഡിയയിൽ കൂടെ ചില കാര്യങ്ങൾ കണ്ടിട്ട് അത് മാത്രം ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്ന ഒരു സെറ്റ് ഓഫ് ജെൻസിക്കാരും ഉണ്ട്. അപ്പോൾ അത് വളരെ വലുതാണ്. കാരണം ഒരു എബൌട്ട് 10 or 15% ഓഫ് ടോട്ടൽ ആണെങ്കിൽ അവർക്ക് എങ്ങോട്ടെങ്കിലും സ്വിംഗ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? അതേ ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ തന്നെയാണ് പൊളിറ്റിക്സിനെ? അവർക്കൊരു ചെറിയൊരു സ്വിംഗ് നമ്മുടെ ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഈ അഡ്വർടൈസ്മെൻറ്റ്സും ബാക്കി PR സോഷ്യൽ മീഡിയ അല്പം ഇൻഫ്ലുവൻസ്ഡ് ആണെന്ന് തോന്നുന്നു. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ കേരളത്തിലെ ജെൻസിക്കാർ ദേ കം ബാക്ക് ടു ഹോം ആൻഡ് ദെയർ പാരൻസ് സ്റ്റാൻഡ്സ് എ ലിറ്റിൽ ബിറ്റ് ഇൻഫ്ലുവൻസ്ഡ്. സോ നമ്മളുടെ എല്ലാ ടോക്ക് ഷോയും ഭയങ്കര വ്യത്യസ്തമാണ്. താങ്കളുടെ ഇത്രയും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള അനാലിസിസും ഓരോ മണ്ഡലങ്ങളെടുത്ത് പറയാൻ പറ്റുന്ന ഒരു അത് എൻ്റെ ഒരു ഒബ്സർവേഷനാണ്. ഫാക്ച്വലി ചില എറേഴ്സും ഡീവിയേഷൻസും ഉണ്ടാവും. നമ്മളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ അല്ലേ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളുടെ നമ്മൾ കാണുന്നത് നമ്മുടെ ഔട്ട്ലുക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഔട്ട്ലുക്ക് നാളെ പലരുടെയും ഇൻഫ്ലുവൻസ് ആവാനും മനസ്സിലാക്കാനും, കാരണം എനിക്ക് തന്നെ പല കാര്യങ്ങളും താങ്കളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. കാരണം നാളെ ഒരു പക്ഷേ ഒരു കോൺഗ്രസ് ഒരു യോഗത്തിൽ പോയിരുന്നുള്ള ഒരു കമ്മിറ്റിയിൽ ഇരുന്നിരുന്നാലോ സംസാരിക്കാനുള്ള പല ഇൻപുട്സ് പോലും താങ്കളുടെ ഈ ടോക്ക് ഷോയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഡോക്ടർ ഷിബിലാൽ. താങ്ക് യു.